കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് TV-യിലേക്ക് നിശ്ചയവുമായ സ്വാഗതം. ഇന്നിവിടെ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്ന അക്ഷരമാണ് എം. നമ്മൾ കേരളം കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലോ ഒക്കെ എടുത്തു നോക്കിയാൽ എം എന്ന അക്ഷരം 100-ൽ 90% പേർക്കും ഈ എം എന്നുള്ള അക്ഷരമുള്ളതാണ് അല്ലേ. മായിൽ തുടങ്ങുന്ന പേരോടുകൂടി അല്ലെ എമ്മിൽ തുടങ്ങുന്ന പേരോടുകൂടി ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പുകഴ്ത്തി സംസാരിക്കുന്ന ആൾക്കാരാണ് ഇല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങളുടെ പേര് എമ്മിൽ തുടങ്ങുകയാണ്, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാര്യം നിങ്ങൾ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സംഭവം കണ്ടു അല്ലെങ്കിൽ ഒരു ന്യൂസ് കേട്ട് അല്ലെ അപ്പുറത്ത് ഒരാൾ ഡൈവേഴ്സ് ആകാൻ നിൽക്കുവാണെന്നൊരു ന്യൂസ് കേട്ട് മതി, അതിങ്ങനെ ആൾക്കാരോട് വെമ്പി പറഞ്ഞ് ഒന്നി അത് ഡൈവേഴ്സ് ആക്കും. അവരുടെ മനസ്സിലൊന്നും നിൽക്കത്തില്ല. എന്നാൽ പല രഹസ്യങ്ങളും അവരുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ്, സംശയമില്ലാത്ത കാര്യം. അതുപോലെ ഇഷ്ടം, സ്നേഹം, പ്രേമം ഇതിലൊക്കെ വലിയ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ ജീവിത ബാന്ധവത്തിൽ ഉറക്കം ഏറ്റവും കൂടുതലുള്ള ആൾക്കാരായിരിക്കും. എന്നാൽ ചില പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ഇവർ അകപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ ഉറക്കവും പോക്കാണ്. അങ്ങനെയും കൂടെ ഉണ്ടേ. എല്ലാവരെയും ഇവർ വിശ്വസിക്കത്തുമില്ല, അങ്ങനെയുള്ള ആൾക്കാരാണ്. ഏതൊരവസ്ഥ കണ്ട് ചില ആൾക്കാരുണ്ട്, എന്തെങ്കിലുമൊക്കെ പറയും, പക്ഷേ അവരുടെ നാക്ക് ആ പറയുന്ന പോലെ ചിലപ്പോൾ സംഭവിക്കാൻ ഇടവരുന്നതായിട്ടുള്ളൊരവസ്ഥയുള്ള അക്ഷരം കൂടാണ് എം എന്ന് പറയുന്നത്. അതുപോലെ നല്ല കർമ്മശുദ്ധിയുള്ള ആൾക്കാർ ഏത് ജോലിയും കൃത്യമായിട്ട് ഒരു കള്ളം കാണിക്കാതെ വിശ്വസനീയമായി, നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ജോലി ചെയ്യുവാണെങ്കിൽ ഒരു സാമ്പത്തിക സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടുവാണെങ്കിൽ വലിയ കള്ളങ്ങളൊന്നും കാണിക്കാതിരിക്കും. പക്ഷേ സ്വന്തമായിട്ടാണ് ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ വലിയ കള്ളം കാണിക്കുന്ന ആൾക്കാരുമാണ് ഈ എം എന്ന് പറയുന്ന ആൾക്കാർ. 1 രൂപയുടെ പേന എങ്ങനെയും ഒരു 100 രൂപയ്ക്ക് മറിച്ച് വയ്ക്കാൻ മാക്സിമം ശ്രമിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ്. കുടുംബ ബന്ധങ്ങളിൽ ചില ഛിദ്രങ്ങളും ചിതിലങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള നക്ഷത്രമാണ്. കുടുംബത്തിൽപ്പെട്ടവരുമായിട്ട് ചെറിയ വഴക്കുകളും കാര്യങ്ങളും ഉണ്ടാകാം. ചിലപ്പോഴെന്നല്ല മിക്ക സമയങ്ങളിലും കുടുംബവുമായിട്ട് അല്ലറ വഴക്ക്, അല്ലെ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുക, കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ ഉണ്ടാകുക. സ്നേഹം പ്രകടമായിട്ട് കാണിക്കുന്നവരും കൂടാണിത്. ഇതവരുടെ കുറ്റമല്ല, മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ച് എടുക്കാൻ വേണ്ടിയുള്ള ഒരവസ്ഥാന്തരത്തിൽ പ്രകടമായിട്ട് കാണിക്കുന്നതായിട്ടുള്ള നക്ഷത്രമാണ്. ഇവരുടെ വാക്കുകളെന്ന് പറഞ്ഞാൽ അതിശക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ന്യൂസ് പേപ്പർ പോലാണ്. ഏതിനെ വിമർശിക്കുന്നതായിട്ടുള്ള ആൾക്കാരാണ്. അവരവരുടെ തെറ്റുകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വിമർശിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് എം എന്ന് പറയുന്ന അക്ഷരത്തോടു കൂടിയ ആൾക്കാർ. അതുപോലെ ഉത്സവങ്ങൾ കാണുക, ഉത്സവത്തിന് പോവുക, അണിഞ്ഞൊരുങ്ങി പോവുക, നല്ല വസ്ത്രങ്ങൾ എടുക്കുക, വൃത്തിയുമായിട്ട് നടക്കുക, വ്രതങ്ങളൊക്കെ എടുക്കുക, ദേവാലയ സന്ദർശനം നടത്തുക, ദേവനെ പരിപോഷിക്കുക, ബഹുമാനിക്കുകയും നിന്ദിക്കേണ്ടേ അവർ തീർച്ചയായിട്ടും നിന്ദിക്കുകയും ചെയ്യും. അങ്ങനെയും കൂടെ ഉള്ള നക്ഷത്രം. ഒരാളിൽ അവർക്കുറപ്പുണ്ടേ എങ്കിൽ ആ ഒരാളെക്കുറിച്ച് ആരൊക്കെ, ഇപ്പം എന്നിൽ എം എന്ന് പറയുന്ന നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് എന്നെ ഉറപ്പുണ്ടെങ്കിൽ 100% എന്നെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും അവർ ഈ ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയല്ലാതെ അവർ വിശ്വസിക്കത്തില്ല. വിശ്വസിച്ചാൽ ഏറ്റവും നല്ല ആൾക്കാരാണ് എം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിശ്ചയവുമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.